ഇന്നലെ സംസ്ഥാന ബജറ്റ് വി.ഡി. സതീശന്റെ പ്രഥമ ബജറ്റ് കൂടിയാണ്. അപ്പൊ കന്നി ബജറ്റിൽ വലിയ വിസ്മയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാം. ഇതിന് ശേഷം കേൾക്കുന്നത് അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് മോദി സർക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അതിന്റെ പുറകെ അദാനിക്ക്, അതായത് എനിക്ക് തോന്നുന്നു കേരളത്തെ പോർട്ട് സിറ്റി ആക്കാനായിട്ട് മിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം പോർട്ടാണ്, കേരളയാണ് എന്ന് ചേർത്തപ്പോൾ തന്നെ അദാനിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുന്നതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. സത്യത്തിൽ ഈ സ്വകാര്യവൽക്കരണം ആവശ്യമാണോ? അദാനിക്ക് തന്നെയാണോ അദ്ദേഹം ഇത് കൊടുക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ സർ? അല്ല, ഒന്നാമത് ഈ സർക്കാരിനെ കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് കുറിലോസ് തിരുമേനി പറഞ്ഞൊരു കമന്റ് ഉണ്ട്. ഇടത്തോട്ട് സിഗ്നൽ ഇട്ട് വണ്ടി വലത്തോട്ട് ഓടിക്കുകയാണ്. ഒരുപാട് വിമർശനം വന്നിട്ടുണ്ട്. ഇപ്പോ പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ 2 പ്രധാന പോർട്ടുകൾ, ഒന്ന് വിഴിഞ്ഞവും ഒന്ന് വെള്ളാർപാടവുമാണ്. ഈ രണ്ടും ആരുടെയാണ്? ഒന്ന് അദാനി, ഒന്ന് ദുബായ് പോർട്ട് അല്ലെ? എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാന പോർട്ടുകളൊക്കെ ഇപ്പൊ തന്നെ സ്വകാര്യമാണ്. അതിൽ വേറെ ഒന്നുമില്ല, അതിൽ അത്ഭുതമൊന്നുമില്ല. ഇനി വരികയാണെങ്കിലും സ്വകാര്യ പോർട്ടേ വരൂ. കാരണം കേരളത്തിലെ സർക്കാരിന് ഒരു പോർട്ട് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ഇപ്പൊ തന്നെ കടത്തിൽ വന്ന് കടാണ്. അപ്പൊ ഇതിൽ വളരെ കൃത്യമായി ഞാൻ കണ്ട ഒരു കാര്യം, ഒരു ഷിഫ്റ്റ്, ഒരു പാരഡിം ഷിഫ്റ്റ് ഇതിലുണ്ട്. ആ ഷിഫ്റ്റ് നല്ലതാണോ ചീത്തയാണോ നമുക്ക് വേറെ ചർച്ച ചെയ്യണം. വലത്തോട്ടാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സതീശൻ വലത്തോട്ട് തിരിയുന്നത്. ഇടത്തോട്ടാണ് എന്ന് പറഞ്ഞ് വലത്തോട്ട് തിരിയുന്നില്ല. കുറിലോസ് തിരുമേനിയുടെ ഭാഷയെ പറഞ്ഞു വലത്തോട്ട് സിഗ്നൽ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുക. അത് കേരളത്തിന് ശരിയാണോ, ലോങ് ടൈമിൽ ഗുണമാണോ ദോഷമാണോ? ഇപ്പോ വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷം, അന്നത്തെ പ്രതിപക്ഷം, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും. ദേശാഭിമാനിയുടെ ഫുൾ പേജ് കടൽ കൊള്ള എന്നായിരുന്നു. 6000 കോടി രൂപയുടെ അഴിമതി, 7000 കോടി രൂപയുടെ അഴിമതി, റിയൽ എസ്റ്റേറ്റ് പദ്ധതി, അങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങൾ ആ പ്രോജക്റ്റിനെതിരെ ഇല്ല. ഞാൻ ആ പ്രോജക്റ്റിനെ എതിർക്കുന്ന ആളാണ്. അത് എനിക്ക് വേറെ കാരണങ്ങളുണ്ട്, ദേശാഭിമാനി പറയുന്ന കാരണമല്ല. അത് ഒരു ലാഭമില്ലാത്ത പ്രോജക്റ്റാണ്, സർക്കാരിന് ഒരു ഗുണമില്ല. 16 വർഷം കഴിഞ്ഞ് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ 1% കിട്ടുന്നൊക്കെയാണ് വാദം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രശ്നം, LDF സർക്കാർ അധികാരത്തിൽ വന്നു. പിന്നെ നമ്മൾ കാണുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ ഗൗതം അദാനി AKG സെന്ററിൽ വരും. ഇപ്പൊ സതീശൻ മാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് അദാനിയുടെ ആളെ കണ്ടു എന്നൊക്കെയാണ് വാദം. ആയിക്കോട്ടെ, ഇതല്ല, നേരിട്ട് AKG സെന്ററിലാണ് ഗൗതം അദാനി വരുന്നത്. ഒരു കുഴപ്പമുണ്ടായില്ല. ഗൗതം അദാനിയായിട്ട് ചർച്ച ചെയ്യുന്നു. വിഴിഞ്ഞം പോർട്ട് പ്രവർത്തനം വിഴിഞ്ഞം പിണറായി സർക്കാരിന്റെ പദ്ധതിയാവുന്നു. ആൻഡ് വി ആർ പാർട്ട്ണർ വിത്ത് അദാനി എന്ന് വാസവൻ എന്ന പോർട്ട് മന്ത്രി പറയുന്നു. അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. ഇത് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു റിയാലിറ്റിയായി ഇവിടുത്തെ എക്കണോമിസ്റ്റുകൾ അംഗീകരിച്ചിരിക്കുന്നു. നമ്മൾ എതിർത്താലും എതിർത്തില്ലെങ്കിലും അതിന്റെ പ്രിൻസിപ്പിൾ എതിർപ്പൊക്കെ നമുക്കറിയാം. മോഡി അദാനിയെ സംബന്ധിച്ചുള്ള ബന്ധങ്ങൾ, സ്വകാര്യവൽക്കരണത്തിന്റെ ബന്ധങ്ങൾ, വിദേശ കോർപ്പറേറ്റുകൾ ഇവിടുത്തെ കാടും കടലും മണലും എല്ലാം കൊണ്ടുപോകുന്ന, അതിനൊരുക്കുന്ന, ഇപ്പൊ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് അടക്കം വലിയ തോതിലുള്ള സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു. അതിനെതിരെ അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധി ഒക്കെ ചെയ്യുന്നു ഒരു വശം. പക്ഷെ കേരളത്തില്, അല്ലെങ്കിൽ കേരളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനം എത്തിയാലും സംഭവിക്കുന്നത് നേരെ വിപരീതമാണ്. ഇപ്പൊ സലീം ഗ്രൂപ്പിന് മറ്റേ നന്ദിഗ്രാം കൊടുത്തതാണല്ലോ വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും വലിയ പ്രശ്നമായത്. ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചത്. ടാറ്റയ്ക്ക് സിംഗൂർ കൊടുക്കാൻ തീരുമാനിച്ചതാണല്ലോ വലിയ പ്രശ്നമായത്. അന്ന് അതിലൊക്കെ ന്യായീകരിച്ചവരെ ഇടതുപക്ഷം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ ഇടതുപക്ഷം വലതുപക്ഷം എന്നത് സാമ്പത്തിക നയങ്ങൾ ഇല്ലാതായി എന്നതാണ് കേരളത്തിന്റെ, ഇന്ത്യയുടെ ഒരു അവസ്ഥ. ഒരു ലെഫ്റ്റ് സാമ്പത്തിക നയമില്ല. വേണമെങ്കിൽ കുറച്ച് ഫ്രീ ബീസ് കൊടുക്കാം, പെൻഷൻ കൊടുക്കാം, അത് കൊടുക്കാം, ഇത് കൊടുക്കാം. ഇപ്പോൾ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുക്കുന്നു, ഫ്രീ ബീസ് നിങ്ങൾ കൊടുക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വന്ന് GDP കൂട്ടി, അല്ലെങ്കിൽ വലിയ പദ്ധതികൾ വന്ന് ആ പദ്ധതികളുടെ ലാഭം കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാവും എന്ന മൻമോഹനോമിക്സ്, അല്ലെങ്കിൽ മൻമോഹൻ എക്കണോമിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ എക്കണോമിക്സ് തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും തുടരുന്നത്. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞൊരു കാര്യം. ഇപ്പോ കരിമണൽ ഖനനം, ഇപ്പൊ ഈ സമുദ്ര പദ്ധതിയെ കുറിച്ചുള്ള ഒരു ആരോപണം, മണലടക്കമുള്ള ധാതു കോറിഡോർ, സെൻട്രൽ ഗവൺമെന്റ് ധാതു കോറിഡോർ ഉണ്ട്, സതീശന്റെ ധാതു കോറിഡോർ വരുന്നു എന്നാണ്. ഈ ധാതു കോറിഡോർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇവിടത്തെ ഉള്ള കരിമണൽ അടക്കമുള്ള ധാതുക്കൾ കോർപ്പറേറ്റുകൾക്ക് കൊള്ള ചെയ്യാനുള്ള അവസരമാണ്. ഇപ്പോ പൊതുമേഖല മാത്രമേ ഖനനം ചെയ്യാവൂ, അല്ലെങ്കിൽ പൊതുമേഖലയ്ക്ക് മാത്രമേ കരിമണൽ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വീണ വിജയന്റെ മാസപ്പടി കേസ് എന്താ?
വീണ വിജയന് മാസപ്പടി കൊടുത്തുകൊണ്ട് തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ ഖനനം ചെയ്ത് CMRL കൊടുക്കുന്നു. അത് നിയമങ്ങളെല്ലാം ലംഘിച്ച്. എന്ന് പറഞ്ഞാൽ CMRL ഒരു സ്വകാര്യ കമ്പനി തന്നെയാണ്. കരിമണൽ സ്വകാര്യ കമ്പനിക്ക് പോകുന്നുണ്ട് ഇവിടെ, ഒരു സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മറയിട്ട് ഇടതുപക്ഷം ചെയ്തിരുന്നത് മറ നീക്കി സതീശൻ ചെയ്യാൻ പോകുന്നു എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അത് അത് ഗുണകരമായിരിക്കുമോ അതോ അല്ല, ദോഷമാണോ? ഗുണകരമായിരിക്കുമോ എന്നുള്ളത് എനിക്ക് പ്രതീക്ഷ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അവർ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഗുണമാണെന്ന് പറയുന്നില്ല. നമുക്ക് ഒരുപക്ഷെ ഇതിപ്പോ വന്നിട്ടില്ല. ഇപ്പൊ സമുദ്ര മിഷൻ സമുദ്ര, അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഡീറ്റെയിൽസ് വരുമ്പോഴേ നമുക്കത് കൂടുതൽ എങ്ങനെ അത് വരുന്നറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു മാത്രമല്ല, ഇത് ആദ്യത്തെ ബഡ്ജറ്റാണ്, ഇതൊരു റിവൈസ്ഡ് ബഡ്ജറ്റാണ്. പലരും പറയുന്ന പോലെ ഇതൊരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് ആയിട്ടില്ല, ഇതൊരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് കുറെ പരിമിതികളുണ്ട്. കാരണം ഒരു മാസമാവുന്ന ഒരു ഗവൺമെന്റിന് കഴിഞ്ഞ ഗവൺമെന്റ് അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിന് റിവൈസ് ചെയ്ത് മാറ്റി മാറ്റി കൊണ്ടുപോകേണ്ടി വരും. അതിനുള്ള പ്രശ്നമുണ്ട്. പിന്നെ വരുമാനം എത്ര ഉണ്ടാവും എന്നുള്ളതിന് ഒരു കണക്ക്, ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് വെച്ച കണക്ക് പലതും തെറ്റായിരുന്നു. അതാണ് പ്രശ്നം. കാരണം അതുകൊണ്ടാണ് ഒരുപാട് ഇനി കൊടുക്കാനുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റ് 5 ലക്ഷം കോടിയെ കടമെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം കോടിയോളം കൊടുക്കാനുണ്ട്. ഇപ്പോൾ 2021 മുതലുള്ള DA, അതിന്റെ DER, ക്ഷേമ പെൻഷൻ, മറ്റേ പല പല ആളുകൾക്ക് കൊടുക്കാനുള്ള പൈസ, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള പൈസ, എന്തിന് SC ST-കാർക്ക് കൊടുക്കാനുള്ള പൈസ വരെ ബാക്കിയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ബഡ്ജറ്റിൽ പ്ലാൻ ഫണ്ടായി കണക്കാക്കിയതിൽ 20,000 കോടി രൂപയുടെ കുറവുണ്ട്. അത് സതീശൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഇതിൽ ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആരും ചലഞ്ച് ചെയ്തിട്ടുമില്ല. സാറേ, ഈ അദാനി ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, ആരായാലും ഇനിയിപ്പോ നാളെ യൂസഫ് അലിയുടെ കാര്യമാണെങ്കിലും അവര് നിക്ഷേപം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പേർക്ക് ജോലിയും കൂടി കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടെങ്കിൽ പോലും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും ഇത്തരത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു അല്ല, പ്രശ്നം പൊതുമേഖലാ സ്ഥാപനം ഒന്നും പോവില്ല. ഇവർക്ക് പൊതുമേഖലാ സ്ഥാപനം ഒന്നും ഒരു കോർപ്പറേറ്റിനും വേണ്ട. അവർക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളാണ്. ഭൂമി, മണല്, മണ്ണ്, വെള്ളം, ഈ പ്രകൃതി വിഭവങ്ങളാണ് കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ ഏത് പൊതുമേഖലാ സ്ഥാപനം അവർക്ക് താല്പര്യമുള്ള ഒരു വേണമെങ്കിൽ ഒരുപക്ഷെ KMML, IRA പോലുള്ള സ്ഥാപനങ്ങൾ വേണമെങ്കിൽ നോക്കാം. അത് നേരിട്ട് ഖനനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ. വേറെ സ്ഥാപനങ്ങളൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ നോക്കിക്കോളൂ ഏത് സ്ഥാപനത്തിലും അവർ ഇൻട്രസ്റ്റ്. സതീശൻ പൊതുമേഖലയെ കുറിച്ച് പറഞ്ഞത് വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഇതൊന്നുമായിട്ട് ബന്ധമില്ല. ആ സ്റ്റേറ്റ്മെന്റ് എന്താ? കഴിഞ്ഞ 10 വർഷമായി ഒരാൾക്ക് പോലും പുതുതായി ജോലി കൊടുക്കാത്ത ഒരുപാട് പൊതുമേഖലകൾ ഇവിടെ ഉണ്ട്. നമ്മൾ എന്തിനാ പൊതുമേഖലയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒന്നുകിൽ ഒരു ആക്ടിവിറ്റിക്ക്, ഇപ്പൊ പൊതുവിതരണം അല്ലെങ്കിൽ എന്തെങ്കിലും, അപ്പൊ ഒന്നിലത്, അല്ലെങ്കിൽ ജോലി, തൊഴിൽ. 10 വർഷം മുമ്പ് തൊഴിൽ ചെയ്യുന്നവരെന്നെ ഇപ്പോഴുള്ളൂ. അത് റിട്ടയർ ചെയ്താൽ കോർപ്പറേഷൻ തരും. പിന്നെ അവനവന് ആവശ്യക്കാരെ പാർട്ടിക്കാരെ വെക്കാനും പാർട്ടിക്കാർക്ക് തോറ്റ MLA-മാർക്ക് അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് സ്ഥാനം കൊടുക്കാനും മാത്രമാണ് ഇതുള്ളത്. മറ്റൊരു കാര്യം, ഈ അദാനിയുടെ കാര്യം പറയല്ലോ, ഈ പ്രൈവറ്റൈസേഷന്റെ കാര്യം പറയുമ്പോൾ അദാനി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇവര് നേരെ തിരിച്ച് ഒരു സമയത്ത് ചൂണ്ടിക്കാണിച്ചിരുന്ന വിമർശിച്ചിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനെതിരെ ഒന്നും കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDF-നകത്ത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇവർ യോജിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് എന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് ഒരു സാർ എപ്പോഴും പറയും കോൺഗ്രസിൽ അതിന്റെ തന്നെ ഒരു തിരുത്തൽ ശക്തി ഉണ്ട് എന്ന് പറയുമല്ലോ, അതിനെ തിരുത്തിയില്ല എന്ന്. തിരുത്താൻ ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു പൊതുബോധമാണ്. പൊതുബോധം തിരുത്തേണ്ട കാര്യമില്ല. പൊതുബോധം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ പോളിസി നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ഗവൺമെന്റ് ഈ ബജറ്റിന്റെ സ്വഭാവം എന്താണെന്നറിയോ? കേരളത്തിൽ എവിടെ നിന്നാണ് പണം വരിക? പണം വന്നാലേ വികസനം ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റും ഇങ്ങനെ തന്നെയായിരുന്നു. ഇൻവെസ്റ്റർ വരും, ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒക്കെ നടത്തിയില്ലേ? അപ്പൊ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ ആളുകൾ വരാനല്ല, അല്ലാണ്ട് സർക്കാരുകൾ വരാനല്ലല്ലോ. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും. രാജീവ് തന്നെ പറഞ്ഞു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിദേശ നിക്ഷേപം കേരളത്തിൽ വരാൻ പോകുന്നു, അല്ലെങ്കിൽ മൂലധന നിക്ഷേപം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരികയെന്നേ? അദാനിയോ അംബാനിയോ വേദാന്തയോ ഏതെങ്കിലും ഒരു കമ്പനി വേണ്ടേ? അപ്പൊ കേരളത്തിൽ ഇനി വികസനത്തിന് സ്വകാര്യ നിക്ഷേപം ഉണ്ടെങ്കിലേ പറ്റൂ എന്ന ബോട്ടം ലൈനിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നു. അത് സതീശൻ തുറന്നു പറയുന്നു, ഇവർ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.